ഏറ്റവും നല്ല കൈൻഡ് ഓഫ് പേരൻറ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ കുറച്ചധികം നമ്മൾ റൂൾസ് ഉണ്ടാക്കുന്നു, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് കുട്ടീനെ കൊണ്ടുപോകുന്നു. ഓരോ കുട്ടിക്ക് നമ്മൾക്ക് അവരുടേതായിട്ടുള്ളൊരു ടൈം സ്പേസ് നമ്മൾ കൊടുക്കണം. ആ ടൈമിൽ വേറൊരു ഡിസ്ട്രാക്ഷനോ ഒരു ക്വസ്റ്റ്യനോ ഒരു കമാൻഡ് കൊടുക്കലോ ഒന്നും ആവരുത്. ജസ്റ്റ് ലിസൺ. പണിഷ്മെന്റ് ഈസ് നെവർ ആൻ ഓപ്ഷൻ. നമുക്ക് അതിനെ മാറ്റാൻ, കുട്ടിയുടെ ബിഹേവിയറിനെ മാറ്റാൻ കുറേയേറെ മെത്തേഡ്സ് ഉണ്ട്. ഫ്രീഡം ടു ചൂസ് ദെയർ ഹെൽത്തിയർ ഫുഡ് ഓപ്ഷൻസ്. നമ്മൾ പറയുന്നത് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ ഫുഡ് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ഫ്രൂട്ട്സിലൊക്കെ എന്താ വേണ്ടത്, ആപ്പിൾ വേണോ, മുന്തിരി വേണോ, ഓറഞ്ച് വേണോ, അങ്ങനെ പറയുമ്പോൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ പറയുന്നു. അപ്പം ഫ്രീഡം ടു ചൂസ് അതിലായി. ഇതിന് മിററിംഗ് എന്ന് പറയും നമ്മൾ. അതായത് കുട്ടി എന്താണോ വീട്ടിൽ കണ്ടുപിടിച്ചേക്കണേ അതേ രീതി തന്നെയായിരിക്കും കുട്ടി അഡൽട്ട് ആകുമ്പോഴും ഫുഡ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ഫാത്തിമ സഹീറാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികളുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ദിവസങ്ങളിലും തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കുട്ടികളുടെ മാനസികാരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, അതുപോലെ സൊസൈറ്റിയിൽ നടക്കുന്ന സിനിമ ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു കുട്ടിയുടെ സാഹചര്യം പരിഗണിച്ചാൽ കുട്ടിയുടെ ആദ്യത്തെ ഒരു കാലം എന്നുള്ളത് സ്വാഭാവികമായും മാതാപിതാക്കളായിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കുന്നു, ഇടപഴകുന്നു ഒക്കെ. അപ്പോൾ കുട്ടികളെ കേൾക്കുക എന്നുള്ളത് എത്രത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. ഇത് ആക്ച്വലി നമ്മൾക്കാണെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ ഹേർഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വാല്യൂഡ് ആണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ ലൈഫിന് തന്നെ ഒരു മൂല്യം കൂടുകയാണ്. സിമിലർ ടു ദ കിഡ്സ്. അപ്പം അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 1-to-1 ടൈം. കുറേയേറെ പേഷ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, 2, 3, 4 മക്കളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് എന്താ ചെയ്യാന്നുള്ളത്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു 20 minutes നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അത് എല്ലാ ദിവസവും മേക്ക് ഷുവർ വി സ്പെൻഡ് 20 minutes എവറി ഡേ ടു ഈച്ച് ചൈൽഡ്. ദാറ്റ് ക്യാൻ ഡു മാജിക്. അതാണ്. അപ്പം ഓരോ കുട്ടിക്ക് നമ്മൾക്ക് അവരുടേതായിട്ടുള്ളൊരു ടൈം സ്പേസ് നമ്മൾ കൊടുക്കണം. ആ ടൈമിൽ വേറൊരു ഡിസ്ട്രാക്ഷനോ ഒരു ക്വസ്റ്റ്യനോ ഒരു കമാൻഡ് കൊടുക്കലോ ഒന്നും ആവരുത്. ജസ്റ്റ് ലിസൺ. അവർ കളിക്കുന്ന സമയത്ത് അവർ കൂടെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അതേ ലെവലിൽ ഒന്ന് ഇരുന്ന് കൊടുക്കുക. അത്രയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ മാതാപിതാക്കളും ഈ കാര്യത്തിൽ പറയുന്നൊരു കാര്യം, കുട്ടിയോട് ഞാൻ സംസാരിക്കലുണ്ടല്ലോ, അവരെന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളത് പുതിയതായി കാണുന്ന ആളൊന്നല്ലല്ലോ എന്നുള്ളൊരു ഇതിന് ലളിതവൽക്കരിക്കുന്ന ഒരു രീതി കാണാറുണ്ടല്ലോ. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അതിനെ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ചിലപ്പോൾ അവർക്ക് പൂർണ്ണമായി അറിയുന്ന അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചൊരു ഗൗരവമുള്ള കാര്യമായിരിക്കൂല. പക്ഷെ ഇതെങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആക്ച്വലി ഒരു ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക എന്നുള്ളതാണ്. കുറേയേറെ പേരൻസ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു പ്രജുഡിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലേബൽ ഉണ്ടാവും. ഇവൻ അനുസരണയില്ലാത്തവനാണ്, ഇവൻ കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളൊരു ലേബലിൽ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാതെ അതൊരു ഹ്യൂമൻ ആണ്, ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ കുറേയേറെ മൂല്യങ്ങളും വാല്യൂസും ഉള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ് എന്ന് കണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ആ ടോക്ക് വ്യത്യസ്തമാവുന്നത്. നമ്മൾ കുറച്ച് നേരം വേറെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു കയ്യിൽ ഫോണായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒരു സ്ക്രീൻ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലൊന്നും അല്ല കാര്യം. അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവുന്നില്ല. സോ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു 20 minutes ഓഫ് ടൈമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെങ്കിലും ഒരു പരിഗണന കൊടുക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പൊ ഈ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടെ, അതല്ലെങ്കിൽ ഒരു പാരന്റ്സ്, ഉപ്പയും ഉമ്മയും അതല്ലെങ്കിൽ മാതാവും പിതാവും എൻഗേജ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് ഇവരുടെ ഒരു മൂവ്മെന്റ് മാത്രമാണ് പലപ്പോഴും കാണാൻ കഴിയുക. ഇവരിങ്ങനെ വരുന്ന ഒരു സൈക്ലിംഗ് മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ കുട്ടി ശരിക്കും ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, കാരണം കുട്ടി കുറച്ചും കൂടി ഒരു സ്പേസ് ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഒരു ന്യൂ ജനറേഷൻ പേരന്റിംഗിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐദർ both of the couples will be working, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. ഇത് രണ്ടാണെങ്കിലും ഇപ്പം വർക്കിംഗ് ആയിട്ട്, അതായത് ഔട്ട്സൈഡ് ഹോം വർക്കിംഗ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, അവർ മോം ഗിൽറ്റ് അടിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാവും. ഇപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ജോലിയും നോക്കാൻ പറ്റുന്നില്ല, കുട്ടീനെ നന്നായിട്ട് നോക്കാൻ പറ്റും, രണ്ടിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള ടൈം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഗിൽറ്റ് വരുന്നുണ്ട്. സോ ഇവർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട്, ഇപ്പം ഔട്ട്സൈഡ് ഹോം വർക്ക് ചെയ്യുന്ന പേരൻസിനാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ടൈം യു സ്പെൻഡ്, ഇറ്റ്സ് ലൈക്ക് ക്വാളിറ്റി.
ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസത്തിൽ നമുക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നമ്മൾ ടൈം, അത്രയും ക്വാളിറ്റി ടൈം കുഞ്ഞിന് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തത്തിൽ നിന്ന് അവരെ ശകാരിച്ചുകൊണ്ടും അവരെ അടിച്ചുകൊണ്ടും ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോം പേരൻസിനാണെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിയർ കട്ട് ബാരിയർ വെക്കുക, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവരുടേതായിട്ടൊരു വർക്ക് സ്പേസ് ഉണ്ടെന്നും ആ കുട്ടീനെ ഒരു ബോധവാന്മാരാക്കുക. അതിൽ കുട്ടികൾ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ഇതാണ്, നമ്മുടെ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം ക്ലിയർ കട്ടായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഒരു ഓക്കെ ഇത് വർക്കിംഗ് ടൈമാണ്, ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയേറെ കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യും അതിനനുസരിച്ച്. സോ വീട്ടിൽ തന്നെ അതിനനുസരിച്ചുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യാന്നുള്ളതാണ്, സ്പേസ് കണ്ടെത്തുക. ഇപ്പൊ ഈ ഡോക്ടറുടെ ഒരു കരിയർ കാലം എന്ന് പറഞ്ഞ ഒരു പക്ഷേ കഴിഞ്ഞൊരു 4-5 വർഷം എന്നുള്ളത് ഈ നമ്മൾ ന്യൂജൻ എന്നൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന പാരന്റ്സിന് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ജെൻസി പാരന്റ്സിന് കൂടുതൽ കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവരിൽ നിന്ന് പക്ഷേ ഡോക്ടർ പഠിച്ച കാലത്തും അതുപോലെ ഡോക്ടറുടെ അനുഭവങ്ങളിലുള്ള പാരന്റ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്? നേരത്തെ മുന്നത്തെ ഒരു പാരന്റിങ് സ്റ്റൈലും ഇപ്പോഴത്തെ ഒരു സ്റ്റൈലും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമുക്കറിയാം നമ്മളെയൊക്കെ പാരന്റിങ് ചെയ്ത് വിട്ട ഒരു രീതി, ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു അതോറിറ്റേറിയൻ കൈൻഡ് ഓഫ് പാരന്റിങ് ഉണ്ട്. പാരന്റിങ് തന്നെ പലതരത്തിലുണ്ട്, അതൊരു സയന്റിഫിക് നോളജ് ആയിക്കോട്ടെ. ഒരു അതോറിറ്റേറിയൻ കൈൻഡ് ഓഫ് പാരന്റിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ പേരൻസ് പറയുന്നതാണ് ശരി, അതിലാണ് അവരൊരു ബൗണ്ടറി വെക്കും, അതിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ശകാരം അല്ലെങ്കിൽ അടിക്കും, അങ്ങനത്തെയൊക്കെ ഒരു സെറ്റിംഗ് ഓഫ് റൂൾസ് വെച്ചിട്ടുള്ളതാണ് ഈ കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ കൈൻഡ് ഓഫ് പാരന്റിങ്. പക്ഷെ അത് മാറി, ഒരു 2000 കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പാരന്റിങ് സ്റ്റൈൽ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റൈലായി, അതായത് കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ രീതിക്ക് അനുസരിച്ച് വഴിമാറുന്ന ഒരു രീതി, അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ടുള്ള റൂൾസ് എല്ലാം വെച്ച് അത് അതോറിറ്റേറ്റീവ് കൈൻഡ് ഓഫ് പാരന്റിങ് ആണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ഉണ്ട്, കുട്ടി പോയ വഴി പോവുക എന്നുള്ള ഒരു പെസിമിസ്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കൻ മട്ടില്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ല കൈൻഡ് ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ കുറച്ചധികം നമ്മൾ റൂൾസ് ഉണ്ടാക്കുന്നു, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് കുട്ടീനെ കൊണ്ടുപോകുന്നു. അപ്പോൾ കുട്ടിക്കും അതിനനുസരിച്ചുള്ള വോയിസ് ഉണ്ട്, ആ വോയിസും ആ ചോയ്സസ് കേൾക്കാനും നമ്മൾ തയ്യാറാവുന്ന കൈൻഡ് ഓഫ് പാരന്റിങ്. അതാണ് ഇപ്പോഴത്തെ ഒരു കൈൻഡ് ഓഫ് പാരന്റിങ്. പോസിറ്റീവായ സൈഡായിട്ടാണ് കാണുന്നത്. പോസിറ്റീവ്, ഓഫ് കോഴ്സ് പോസിറ്റീവ് സൈഡാണ്. ബിക്കോസ് നമ്മൾ കുട്ടീനെ കേൾക്കാനുള്ള ക്ഷമ കൊടുക്കും, നമ്മൾ അതിനനുസരിച്ച് ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഉള്ള താല്പര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ട്, അതിനനുസരിച്ച് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നു, അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറയുന്നു. they are getting heard, അവരുടെ വോയിസ് ഹേർഡ് ആവുന്നുണ്ട്. സോ ഐ തിങ്ക് ലൈക്ക് അതാണ് ഒരു ബെറ്റർ കൈൻഡ് ഓഫ് പാരന്റിങ്. ഇത് ആക്ച്വലി ഭയങ്കര എസ്പെഷ്യലി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലാണ്, കാരണം ഇതൊരു ട്രാൻസിഷൻ പീരീഡും കൂടെയാണ്. ലൈക്ക് കുട്ടീൻ്റെ സ്റ്റേജ് കഴിഞ്ഞു, എന്നാൽ അഡോളസെന്റ് കഴിഞ്ഞിട്ടും ഇല്ല, അഡൽട്ട് ആയിട്ടും ഇല്ല. ആ ഒരു ടൈപ്പിൽ ചില കാര്യങ്ങൾ, വീട്ടിലത്തെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നോക്കുമ്പോൾ കുട്ടി എന്ന പേരിൽ അവരെ ഒഴിവാക്കുന്നുണ്ട്, എന്നാൽ അഡൽട്ട് ആയിട്ടില്ല എന്നുള്ള പേരിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല, അവരുടെ ഡിസിഷനിൽ നമ്മൾ ഹേർഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒരു ലേബലിംഗ്, എസ്പെഷ്യലി കുട്ടിയാണ്, ലൈക്ക് അവർക്ക് തിരിച്ചറിവ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവറിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല. മനസ്സിലായോ? ആ ഒരു പവർ അവർക്ക്, അതെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് ഒപ്പീനിയൻസ് ഉണ്ട്, അതിനെ വാല്യൂ ചെയ്യണം. ആ ഡിസിഷൻ അവരുടെ അടുത്തുനിന്ന് കേട്ട് നല്ലതാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ലൈറ്റ് ഹൗസ് ഇഫക്റ്റ് പോലെ നമ്മൾ പേരൻസ് തയ്യാറാവാൻ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് അവരൊരു കുട്ടിയായിട്ട് കൺസിഡർ ചെയ്ത് അവർ പറയുന്ന കാര്യത്തിൽ കേൾക്കാത്ത മട്ടിൽ നിൽക്കുകയാണെങ്കിൽ, ഈവൻ എനിക്ക് തന്നെ അത് അനുഭവത്തിലുണ്ട്. ബിക്കോസ് ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീട്ടിലൊരു കാര്യത്തിൽ ഒരു ഡിസിഷൻ പറയാൻ നിൽക്കുമ്പോഴേക്കും അവർ നീ മാറിക്കോ, നീ അപ്പുറത്ത് നിന്നോ എന്നുള്ള രീതി ആകുമ്പോഴത്തേക്കും കുറേയേറെ വീട്ടിലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇൻക്ലൂഡഡ് ആവാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടിയെ കുറച്ചും കൂടി ഒരു ഫാമിലി പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമാക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു സൈഡാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത്? ഈ ഫാമിലി പ്ലാനിങ്ങിൽ കുട്ടീനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ കുട്ടീൻ്റെ ഏജിനനുസരിച്ചിട്ടുണ്ട്. അതുപോലെ എത്രമാത്രം ഒരു തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ് കപ്പാസിറ്റി കുട്ടിക്കുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഫാമിലി പ്ലാനിങ്ങിൽ നമ്മൾ എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 2 തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അഥവാ ഒരേ പ്രായക്കാരായിരിക്കും, പക്ഷേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചെറിയ കുഞ്ഞു ധാരണയെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവും. പക്ഷെ അതേ സ്ഥാനത്തുള്ള ചില കുട്ടികൾ അവരുടെ ഒരു വളർത്തശീലം അനുസരിച്ച് അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് ബോധേഡല്ല എന്നുള്ളത്. പലപ്പോഴും അങ്ങനെ വരുന്ന കുട്ടികൾ വളരുന്ന സമയത്തും ആ ടേസ്റ്റ് അവരിൽ കാണാം. അവരുടെ ഒരു സ്റ്റൈലിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് ധാരണ ഇല്ല, അവർ ബോധേഡാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ
ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ അവരെ കൂടെ മിങ്കിൾ ചെയ്യുക എന്നുള്ളൊരു സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഇപ്പം ഫസ്റ്റത്തെ ചോദ്യത്തിൽ ഒരു ഫാമിലി പ്ലാനിങ്ങിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തിങ് ഈസ് അവരുടെ ഏജിനനുസരിച്ചിട്ട്. പിന്നെ അവരുടെ ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ലൈഫിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ചോയ്സ് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരുടെ ഡിസിഷൻ കൂടി അവരുടെ ഓപ്ഷൻ കൂടി ചോദിക്കുക, അതിൽ നിന്ന് ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഇൻക്ലൂഡഡ് ആവുകയാണ് ആ കാര്യത്തിൽ. പിന്നെ ഫാമിലി പ്ലാനിങ് കാര്യങ്ങൾ, ഫാമിലിയുടെ ഇപ്പോൾ ഫിനാൻസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, വേറൊരു സിബ്ലിങ്സിന്റെ വരവിനെ പറ്റി ഉള്ള ചർച്ച ആയിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാം. കൺസിഡറിങ് ദെയർ ഏജ്, അവർ ബാക്കിയുള്ള എക്സാമ്പിൾസ് കാണിച്ചു കൊടുത്തിട്ട്, ലൈക്ക് ഓരോ സിനേരിയോസ് കാണിച്ചു കൊടുത്തിട്ട്, പല പല വീടുകളിലെ സിറ്റുവേഷൻസ് കാണിച്ചു കൊടുത്തിട്ട്, ഇതെല്ലാം അവർക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ പാരൻസിന്റെ ഒരു ബിഹേവിയർ, അതല്ലെങ്കിൽ പെരുമാറ്റം, ഇവരുടെ ഒരു ഇടപെടലൊക്കെ കുട്ടികളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? കാരണം നമ്മൾ ആദ്യം ഒക്കെ കേട്ടിട്ടുള്ള കാര്യം സ്നേഹപ്രകടനമാണെങ്കിലും ദേഷ്യപ്രകടനമാണെങ്കിലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്നുള്ളൊരു പൊതുധാരണ. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന പിതാവാണെങ്കിൽ കുട്ടിക്ക് അത് ആർഗ്യുമെന്റ് ഉണ്ടാവുമല്ലോ, എനിക്കത് ചെയ്യാല കാരണം പിതാവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടികളുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൂടെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മിററിംഗ് എന്ന് പറയും നമ്മൾ. അതായത് കുട്ടി എന്താണോ വീട്ടിൽ കണ്ടുപിടിച്ചേക്കണേ അതേ രീതി തന്നെയായിരിക്കും കുട്ടി അഡൽട്ട് ആകുമ്പോഴും കുട്ടി ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ കുട്ടീൻ്റെ ഇമേജ് അതാണല്ലോ, റോൾ മോഡലായിട്ട് കുട്ടി കാണുന്നത് പിതാവിനെയോ മാതാവിനെയോ ആയിരിക്കും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ അവർ ആർജിച്ചെടുക്കും. ഇറ്റ്സ് ലൈക്ക് എ സ്പോഞ്ച്. കാണുന്നത് തന്നെയായിരിക്കും അവർ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സോ ഈ പറയുന്ന വീട്ടിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ, ഈ അടുത്തുള്ള ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയത്, കുട്ടികൾ വീട്ടിലെ വയലൻസുകൾ, ഹോം വയലൻസ്, അച്ഛനും അമ്മയും തമ്മിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ളവർ തമ്മിലുള്ള വയലൻസ് കണ്ട ഇറ്റ് ഈസ് ഇക്വലൻ ടു അവർ ഒരു യുദ്ധഭൂമിയിൽ ജീവിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുണ്ട്. സോ അവർ കാണുന്നതാണെങ്കിൽ തന്നെയും നല്ലൊരു പിക്ചർ ആയിരിക്കണം വീട്ടിൽ കിട്ടേണ്ടത്. റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങൾ കാണണം, പക്ഷെ അതിനനുസരിച്ച് പ്രശ്നങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്നു, അതെ, അത് എങ്ങനെ കണ്ടെത്തുന്നു, അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെ മെൻഡ് ചെയ്തിട്ട് നോർമൽ ലൈഫിലേക്ക് എത്തുന്നു, ഇതും കൂടെ നമ്മുടെ മക്കൾ കാണും. അതല്ലാണ്ട് എപ്പോഴും നോർമലായിട്ട് സന്തോഷം മാത്രമല്ല ലൈഫിൽ ഉണ്ടാവുക, ഇങ്ങനത്തെ ഡിസ്പാരിറ്റീസ് ഉണ്ടായേക്കാം, പക്ഷെ അതെങ്ങനെ മറികടക്കുന്നു എന്നുള്ളത് നമ്മുടെ മക്കൾ കാണും. ഇതോടൊപ്പം തന്നെ ഈ ശീലങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ. കാരണം കുട്ടികൾക്ക് ഒരു ചെറിയ സമയം മുതൽ തന്നെ അവരോട് ഒരു നല്ല കാര്യങ്ങൾ എന്ന നിലക്ക് നമുക്ക് മെൻഷൻ ചെയ്യാം, അത് അവരോരുത്തരുടെ സൗകര്യമാണ് എന്ത് നല്ല കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷെ കുട്ടികളെ അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ശീലങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ശരിക്കും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്? ഇത് ആക്ച്വലി ശീലങ്ങൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നോർമലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇഷ്ടം, ഈവൻ കുട്ടികൾക്ക് പോലും. അതിൽ തടസ്സം വരുമ്പോഴാണ് ഇവർക്ക് ഈ ടെമ്പർ ടാൻട്രംസും കാര്യങ്ങളും വരിക. മനസ്സിലായി? അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റൂട്ടീനിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് അവർക്ക് ഈ ടാൻട്രംസ് വരിക. സോ ഓരോ ആളുകൾക്കും, എസ്പെഷ്യലി കുട്ടികളുടെ ചെറുതായിരിക്കുമ്പോൾ മുതലേ നമ്മളൊരു റൂട്ടീന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവരെ മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രാവിലെ എണീക്കുന്നതിനൊരു സമയം, ഭക്ഷണം കഴിക്കുന്നതിനൊരു സമയം, അങ്ങനെ ആയിക്കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ന്യൂട്രീഷനും ഡെവലപ്മെൻറ്റും ഗ്രോത്തും എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടാവും. അതല്ലാത്ത മക്കളാണ്. ഈ അടുത്ത് വന്ന് എന്നെ കാണിക്കാൻ വന്നൊരു പേഷ്യൻറ്റ്, കുഞ്ഞിന് 2.5-3 വയസ്സാവുന്നു, കുഞ്ഞിന് വെയിറ്റ് 8 ഉള്ളൂ, നോർമൽ ബർത്ത് വെയിറ്റ് എല്ലാം ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഇപ്പോഴത്തെ കറണ്ട് വെയിറ്റും 8 കിലോ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും എല്ലാത്തിനും അഫക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീട്ടിലൊരു റൂട്ടീനില്ല. കുഞ്ഞ് ഏതോ ഒരു ടൈമിൽ എണീക്കുന്നു, വിശക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് കഴിക്കുന്നു അല്ലെങ്കിൽ മിഠായി കഴിക്കുന്നു, കുഞ്ഞിന് വിശപ്പ് പോയി. അവിടെ ഒരു റൂട്ടീൻ ഇല്ലാത്തത് തന്നെയാണ് പ്രശ്നം. അപ്പം കുഞ്ഞുങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾക്ക് ഒരു റൂട്ടീൻ ഇല്ലായ്മ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. നമ്മൾ നേരത്തെ ബൗണ്ടറിയുടെ കാര്യം സംസാരിച്ചപ്പോൾ ഈ സ്വാതന്ത്ര്യം, നിയന്ത്രണം 2 നിലക്ക് വേർതിരിക്കാലോ. അതോ കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നും ചെയ്യരുത് എന്ന നിലക്കും നിയന്ത്രണം ഏർപ്പെടുത്താം. പക്ഷേ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു ആഗ്രഹങ്ങളെ ബ്രേക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അവരൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കുട്ടികൾ മാനസികമായി കൂടെ അതിന് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവര് അതിനെ ശീലിപ്പിക്കും വേണം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത്? ഇത് ആക്ച്വലി ഫ്രം ദി വെരി ബിഗിനിങ് അവർക്കൊരു 1 to 3 years ഉള്ള സമയത്ത് വരെ
അപ്പോൾ മുതൽ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഫ്രീഡം കൊടുക്കണം, അതിനനുസരിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ളത്. സോ ഇതൊരു ആക്ച്വലി ഒരു പ്രോബ്ലം ആവുകയാണ്. ബേസിക്കലി എല്ലാവരും ഒരു ചോദ്യമാണ്, ഇപ്പോഴത്തെ ടൈപ്പ് ഓഫ് പാരന്റിങ്ങിൽ കുട്ടിക്ക് ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, ഫുൾ ഫ്രീഡം കൊടുക്കുകയാണ്. അങ്ങനെയല്ല. ഈവൻ ജെന്റൽ പാരന്റിങ്, പോസിറ്റീവ് പാരന്റിങ് എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ ക്ലിയർ കട്ടായിട്ടൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 to 3 ഇയേഴ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീഡം ടു ചൂസ് ദെയർ ഡ്രസ്, ഫ്രീഡം ടു ചൂസ് ദെയർ ഹെൽത്തിയർ ഫുഡ് ഓപ്ഷൻസ്. നമ്മൾ പറയുന്നത് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ ഫുഡ് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ഫ്രൂട്ട്സിലൊക്കെ ഇന്ന് എന്താ വേണ്ടത്, ആപ്പിൾ വേണോ, മുന്തിരി വേണോ, ഓറഞ്ച് വേണോ, അങ്ങനെ പറയുമ്പോൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യാൻ പറയുന്നു. അപ്പം ഫ്രീഡം ടു ചൂസ് അതിലായി. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുന്ന 2 ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുമ്പോൾ കുഞ്ഞിനെ നമ്മൾ കേൾക്കുകയാണ്, കുഞ്ഞിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യാണ്. അത് നമുക്കും കൂടെ ബെനിഫിറ്റ് ആവുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ ഫ്രീഡം ടു ചൂസ് അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ബ്രഷ് ചെയ്തിട്ടാണോ കുളിക്കാൻ പോകുന്നത്, അതെ കുളിച്ചിട്ട് വന്നിട്ടാണോ ബ്രഷ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഇതിലെല്ലാം നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് ക്ലിയർ കട്ടായിട്ട് പറയുക, ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഹോട്ടർ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്നോ, ഫയറിൻ്റെ അടുത്തേക്ക് പോകാം, അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റിംഗ് ദ റൂൾസും ഉണ്ട്. മനസ്സിലായി? അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ ഫ്രീഡം ടു ചൂസ് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരാളെ അടിക്കാൻ പോവുകയാണ്, ഭയങ്കര കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് ഈ ടെമ്പർ ടാൻട്രംസിൽ നമ്മളെ കുഞ്ഞ് ഉപദ്രവിക്കുകയാണ്. കുറേ പേരൻസ് അത് നിന്നു കൊടുക്കും. അതിൽ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട, ഒരു കാരണവശാലും അതിൽ നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ ബൗണ്ടറിയാണ്, നമ്മുടെ ബോഡി നമ്മുടെ ബൗണ്ടറിയാണ്. അതിലൊരു കാരണവശാലും കൈകടത്താൻ പാടില്ല. അവിടെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാണ്. സോ ഓരോ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ ഫ്രീഡം കൊടുക്കാവുന്നതും ഉണ്ട്, അതോടൊപ്പം തന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലം. പക്ഷേ ഒരു 4 വയസ്സ് വരെ കുട്ടിയൊക്കെ പാരൻസ് അവരുടെ ഒരു സ്റ്റൈലിൽ വളർത്തി ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കിൻഡർ ഗാർഡൻ സ്പേസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കുട്ടി ഒരു 40 പേരുള്ള 30 പേരുള്ള സ്പേസിലേക്ക് പോവുകയാണ്. പല പാരൻസിൻ്റെ ഒരു ആശങ്കയാണത്. ഈ കുട്ടി ഒരു 3-4 മാസം കൊണ്ട് വേറെ സ്റ്റേജിലേക്ക് മാറും. നല്ല സ്റ്റേജിലേക്ക് മാറുന്നതുണ്ട്, അതല്ല ഇവരുടെ ഒരു സർക്കിളിൽ നിന്ന് പുറത്തു പോകുന്ന സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാലഘട്ടം ശരി കുട്ടികളെ എങ്ങനെയാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്? ഇത് ആക്ച്വലി സ്കൂളിൽ പോകുന്ന സിറ്റുവേഷൻ, ഇതുവരെ സ്ക്രീനൊന്നും കൊടുക്കാണ്ട് ഒരു ടൈപ്പ് ഓഫ് പാരന്റിങ് ഇങ്ങനെ കൊണ്ടുപോയി നടന്നിട്ട് അതിനുശേഷം കുട്ടീനെ സ്കൂളിൽ വിടുമ്പോൾ പല വീടുകളിൽ നിന്ന് വരുന്ന മക്കളുണ്ട്. അവരുടെ എല്ലാം പാരന്റിങ് രീതി വ്യത്യാസമാണ്. അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെല്ലാത്തിനോടും കുഞ്ഞുങ്ങൾ എക്സ്പോസ്ഡ് ആയി കൊടുക്കും. അപ്പോൾ അതിൽ ഒരു ഗ്രേ സോണിൽ കൂടിയാണ് മക്കൾ പോകുന്നത്. അതിൽ നമ്മൾ വൈറ്റ് ചെയ്ത് ബ്ലാക്ക് ചെയ്തെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത്ര തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രാത്രി വന്നു, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നു, അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് കുഞ്ഞ് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സോ കാര്യങ്ങളോ വരുമ്പോൾ അത് ശരിയല്ല എന്നുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ നമുക്കതിനെ മെൻഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? എല്ലാ തരം ചേഞ്ചസും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കണം. ആ ടൈമിലാണ് ഈ പറഞ്ഞ സ്കൂളുകളിൽ നിന്നുള്ളൊക്കെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും, ഏതാണ് ഗുഡ് സൈഡ് ഏതാണ് ബാഡ് സൈഡ് എന്ന് നമ്മൾ തിരിച്ചറിവുകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സോ സ്കൂളിൽ പോകുന്ന മക്കളായിക്കോട്ടെ, ഏതൊരു എൻവയൺമെൻറ്റിലായിക്കോട്ടെ, ആഫ്റ്റർ ഓൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ ആ വീട് ഒരു സാങ്ച്വറി ആവണം. എല്ലാത്തിൽ നിന്നും ഒരു ബ്ലാക്ക് ചെയ്ത് വൈറ്റ് ചെയ്ത് എന്നുള്ള ഡിഫറൻസിയേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ് സോൺ ആയിരിക്കണം വീടുകൾ. പക്ഷേ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളിലൊക്കെ എപ്പോഴും കാണാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കമന്റ് കണ്ടു, തല്ലി വളർത്താത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അടി കിട്ടാത്തതിന്റെ കുറവാണ്. എന്നിട്ട് അതിന് പ്രധാന കാരണം പറയുന്നത് ഇപ്പോഴത്തെ ഈ പാൽക്കുപ്പി പാരൻസ് എന്നുള്ളൊരു പ്രയോഗമാണ്. അഥവാ പാരൻസിന് തന്നെ ഒരു 18 വയസ്സായ 20 വയസ്സായ പാരൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ശിക്ഷ എന്നുള്ളതാണോ നിയന്ത്രണത്തിന്റെ ഒരു അധികാരം? എങ്ങനെയാണ് അതിന് ശരിക്ക് നമുക്കൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത്? ഇത് ആക്ച്വലി നമ്മൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അതിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയാൽ അവരെ കൺട്രോൾ ചെയ്യിപ്പിക്കേണ്ടത് ഇങ്ങനെ ശിക്ഷയോട് കൂടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ അതിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, ഒരു നോളജാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഒരു പവറിലൂടെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും, അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നത് ഓക്കെ ആണ് എന്നുള്ളൊരു തോട്ടാണ് കൊടുക്കുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം അവർ സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം തീർക്കുന്നത് അടിച്ചിട്ടായിരിക്കും. അപ്പം മറ്റൊരു കുട്ടീനെ അടിച്ചിട്ട് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അതെ അതെ, കാരണം നമ്മൾ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുട്ടി എന്തായാലും സ്കൂളിൽ ചെന്ന് മറ്റൊരു കുട്ടീനെ അടിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ കുഞ്ഞ് വലുതായി ഒരു അഡൽട്ടായി ഒരു അച്ഛനായി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു പാരന്റിങ് കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഒരു ആ ടൈമിലുണ്ടായ ട്രോമ, അതുപോലെ തന്നെ ആ ടൈമിലുണ്ടാവുന്ന സ്ട്രെസ്, എസ്പെഷ്യലി സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ അടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ വരെ ബാധിക്കും. അപ്പോൾ ഒരു അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ മാറ്റും, അവരുടെ പഠനത്തിന്, അവരുടെ മെമ്മറിനെ എല്ലാത്തിനും അഫക്റ്റ് ചെയ്യുന്നതാണിത്. സോ പണിഷ്മെന്റ് ഈസ് നെവർ ആൻ ഓപ്ഷൻ. നമുക്ക് അതിനെ മാറ്റാൻ, കുട്ടീൻ്റെ ബിഹേവിയറിനെ മാറ്റാൻ കുറേയേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ലാസ്റ്റ് ഓപ്ഷൻ പോലും അല്ല പണിഷ്മെന്റ് എന്നുള്ളത്. ഒന്നിനും ഒരു ഉത്തരമല്ല വയലൻസ്. അപ്പോൾ അതാണ് എനിക്ക് പറയാൻ. പക്ഷെ അതിൽ നമ്മളൊരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം, ഈ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ രണ്ട് ഗ്രൂപ്പാവും അവിടെ. കുട്ടിയെ ചീത്ത പറയുന്ന ഒരു ഗ്രൂപ്പും, അത് കുട്ടിയല്ലേ അത് കാര്യമാക്കണ്ട എന്നൊക്കെ ഇവിടുന്ന് ഗ്രൂപ്പ് ഉണ്ടാവും. കുട്ടി ആ സമയത്ത് കുട്ടിയുടെ ഒരു മെന്റൽ ട്രോമ എന്നുള്ളത് ഞാനിപ്പോൾ റീസെന്റ് നമ്മുടെ വീടുകളിൽ തന്നെ അനുഭവം ഉണ്ടായി. കാരണം കുട്ടി ഒരു ഗ്ലാസിന്റെ ഒരു ബോക്സ് തട്ടി, മനഃപൂർവ്വം ദേഷ്യം തട്ടി ടേബിളിൽ നിലത്ത് കിട്ടു, പൊട്ടി. അപ്പോൾ കുട്ടി പ്രശ്നം ഉണ്ടാക്കിയ നിലക്കൊരു നമ്മൾ ശബ്ദം ഉണ്ടാക്കും, പക്ഷെ അത് കുട്ടിയല്ലേ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അപ്പൊ എങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ കുട്ടിയെ നിയന്ത്രണത്തോടെ മെയിൻറ്റെയിൻ ചെയ്യുക എങ്ങനെയാന്നുള്ളത്? ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ വീട്ടിൽ തന്നെയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ചിലപ്പോൾ ആൾക്കാരുണ്ടാവും. ഗ്രാൻഡ് പേരൻസ് ഭയങ്കര പെസിമിസീവായിട്ട് അവരെ പോട്ടെ സാരല്ല എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരും, എന്നാൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള റൂൾസ് വെക്കുന്ന പേരൻസും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടീനെ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറ്റുക. ആ ടൈമിൽ ഒരു സ്ട്രെസ് കൊടുക്കാതെ, ആ ടൈമിൽ ഒരു ഡിസ്കഷൻ കൊടുത്ത് അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ അവിടെ നിന്ന് മാറ്റി അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും വരാതെ ക്ലാസ് മാറ്റി, വെള്ളം തുടയ്ക്കുന്ന സമയത്താണെങ്കിൽ കുഞ്ഞിനെ വേണമെങ്കിൽ ഹെൽപ്പിന് വിളിക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മേ ബി പിന്നെ കുട്ടിയായിട്ട് റീകണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ചെയ്തത് നല്ലൊരു ബിഹേവിയർ ആയിരുന്നു, എന്താ അതിന് പകരം ചെയ്യായിരുന്നു, ദേഷ്യം വന്നപ്പോൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് പിന്നീട് ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ. ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു റിവാർഡായിട്ട് ഒരു ഡോപ്പമിൻ, ഒരു ഹാപ്പി ഹോർമോൺസ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ബിഹേവിയർ നമ്മൾ കണ്ടുപിടിച്ച്, ക്യാച്ച് ദം ഗുഡ് എന്നാണ്, നല്ല കാര്യം കണ്ടു അതിന് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, കണ്ടു എന്ന് നമ്മൾ നടിച്ചു, ആ ടൈമിൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാൻ കുട്ടികൾക്ക് പ്രവണത കൂടുകയാണ്.